ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ 2.5 വർഷത്തിന് ശേഷം സൂര്യയുടെ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് കങ്കുവ. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ കുറച്ചൊക്കെ പ്രതീക്ഷകളൊക്കെ കുറവായിരുന്നുണ്ടെങ്കിലും സിനിമയുടെ അവസാനത്തിലോട്ട് എത്തിയപ്പോൾ ടീസർ, ട്രെയിലർ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ചൊക്കെ പ്രതീക്ഷകളൊക്കെ വന്നിരുന്നു. ബട്ട് ഡയറക്ടർ ശിവയാണ്. അദ്ദേഹത്തിന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല, കാരണം അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും എനിക്ക് അത്ര വർക്കാവാത്ത സിനിമകളാണ്. സ്ഥിരത്തെ എനിക്ക് ഓക്കെ ആയിരുന്നു. ബട്ട് അതിനുശേഷം വെച്ച് കുറച്ച് സിനിമകൾ ഇറക്കിയിരുന്നു. വീരം, വിവേകം, വേതാളം, വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സിനിമകൾ. അതിനുശേഷം അണ്ണാത്ത, എൻ്റെ പൊന്നെ ഓർമ്മിപ്പിക്കേണ്ട, അങ്ങനെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ശിവ. അപ്പോൾ അതുകൊണ്ട് 300-350 കോടി ബഡ്ജറ്റുള്ള ഇത്രയും വലിയൊരു സിനിമ അത് സൂര്യനെ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്ന് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല സൂര്യയുടെ സിനിമ നമ്മൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കണ്ടിരിക്കണം, അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. ബട്ട് സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തീരെ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വളരെയധികം ബോറടിച്ച്, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ ഒരു അപരാധം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാട്ടിലായതുകൊണ്ട് കാട്ടപരാധം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാനത് ഇങ്ങനെ കുറ്റം പറയാറില്ല, ബട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര വിഷമം തോന്നി സിനിമ കണ്ടിട്ട്. അങ്ങനത്തെ ഒരു സിനിമ. ബട്ട് എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പണിയെടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. ഇതിൽ ടെക്നീഷ്യൻസ്, ഇപ്പം എഡിറ്റിങ്, സിനിമോഗ്രാഫി പോലുള്ള പരിപാടികളാണെന്നുണ്ടെങ്കിലും, കോസ്റ്റ്യൂംസ് ആണെങ്കിലും, ആർട്ട് വർക്ക് ആണെന്നുണ്ടെങ്കിലും, ഈവൻ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവർ പണിയെടുത്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾക്ക് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. ബട്ട് സിനിമയുടെ ടോട്ടാലിറ്റിയിലേക്ക് അത് വരുന്നില്ല. ഇതൊരു ഫാന്റസി ആക്ഷൻ ജോണറിൽ വരുന്നൊരു ഫിലിമാണ്. 3Dയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയ്ക്കായിട്ട് പോലും ഈ ഒരു സിനിമയ്ക്ക് നമ്മൾ ഇംപ്രസ് ചെയ്യിപ്പിക്കാനോ എൻഗേജ് ചെയ്യിപ്പിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ നമ്മൾ എങ്ങനെയൊക്കെയോ ഇരുന്ന് കണ്ടു തീർത്തു എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആകെ വിഷമം തോന്നുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ടെക്നിക്കൽ അല്ലെങ്കിൽ പണിയെടുത്തിട്ടുള്ള കുറെ ആൾക്കാരെ ആലോചിച്ചിട്ട് മാത്രം എനിക്ക് വിഷമം തോന്നി. ഇത്രയും പണിയെടുത്തതല്ല ശോധ, എന്തുകൊണ്ട് സിനിമ ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം ഇതിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്ന നമ്മുടെ നിഷാദ് യൂസഫാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ വിട്ടുപോയിട്ടുള്ളതാണ് അദ്ദേഹം. തല്ലുമാലൊക്കെ എഡിറ്റർ ആയിരുന്നു. കിഡിലനായിട്ടുള്ള എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യമില്ല. വെട്രി പളനിസ്വാമിയുടെ കിഡിലനായിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫി പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതും സൂപ്പർബായിരുന്നു. പിന്നെ 3D, ഇതിൽ 3D എടുത്ത് പറയണം, നല്ല രീതിയിൽ 3Dക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തത് നന്നായിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ തീ കനലുകൾ പോണ പരിപാടി കാണുന്നുണ്ടെങ്കിലും, ഈ പുല്ലിൻ്റെ ഇട കൂടെ ഓടുന്ന സമയത്തുള്ള ചില പരിപാടികൾ എന്ന് തുടങ്ങുന്ന പല പല കാര്യങ്ങൾക്ക്, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും 3Dക്ക് നല്ല എഫേർട്ട് എടുത്തുള്ള പോലെ തോന്നി. 3Dക്ക് നമുക്ക് അതിന് ഡാർക്ക് പരിപാടി കാര്യങ്ങൾ തോന്നി. നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റി. എന്താ ഒരു ദീപ തിയേറ്ററിലാണ് സിനിമ കണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറയണം. അപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നമില്ല. ബട്ട് സിനിമയ്ക്ക് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻസ് കൊണ്ടുവരാനോ ക്യാരക്ടർ നമ്മളിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ഒരു വാവ് ഫാക്ടറോ ഇംപ്രസീവ് ആയിട്ടുള്ള സീൻസോ, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സീൻ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മ. അപ്പോൾ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ചോദിക്കുന്നവർക്ക് ഇതാണ് എൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ കങ്കുവിനെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് സിനിമയെ പറ്റി സംസാരിക്കുകയാണെന്നില്ല. അതുപോലെ തന്നെ പ്ലോട്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. റഷ്യയിലെ ഒരു റിസർച്ച് ലാബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ ഇങ്ങനെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പരിപാടികളൊക്കെ നടത്തുന്ന കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ റഷ്യയിൽ നിന്ന് ഒരു കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. സീറ്റ എന്നാണ് പേര്. രക്ഷപ്പെട്ട് എത്തുന്നത് ഗോവയിലാണ്. ഗോവയിൽ വെച്ചിട്ട് സൂര്യയുടെ ക്യാരക്ടറായിട്ടുള്ള ഫ്രാൻസിസ് എന്ന് പറയുന്ന ക്യാരക്ടർ കണ്ടുമുട്ടുന്നു. എന്തോ എവിടെയോ ഒരു കണക്ഷൻ, ലൈക്ക് നമ്മൾ ഈ ധീര സിനിമയിലെ, ഈ മഗധീര സിനിമയിലൊക്കെ പറയുന്ന പോലെ എവിടെയോ എന്തോ ഒരു കണക്ഷൻ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ നടക്കുന്ന കഥ 2024 1070 കങ്കുവ എന്ന് പറയുന്ന സൂര്യയുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ അവിടെ ഒരു കഥയും ഇപ്പം നടക്കുന്ന കഥയായിട്ട് എന്തൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്, അതാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇത് സ്പോയിലർ ഒന്നല്ല, നിങ്ങൾക്ക് ഇപ്പം വിക്കിപീഡിയയിൽ അടിച്ചു കൊടുത്താൽ പോലും ഈ സംഭവങ്ങൾ കാര്യങ്ങൾ കിട്ടോട്ടെ. ഞാൻ സ്പോയിൽ ഇതൊന്നും പറയാനായിട്ട് വരരുത്. അപ്പോൾ അതാണ് സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ട് എനിക്ക് എന്ത് തോന്നി വെച്ച് കഴിഞ്ഞാൽ, സൂര്യയുടെ കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടർ സൂപ്പറായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള സ്പേസ് കിട്ടിയിരുന്നു. കുറച്ച് അലറിപ്പൊളിക്കൽ പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അതെന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, അന്ന കാലഘട്ടം അങ്ങനെയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിലായിരുന്നു. ബട്ട് ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് സുഹൃത്തുക്കളൊക്കെ പറയാറുള്ള കാര്യം, സൂര്യയുടെ സിനിമ മോശമാണെന്നുണ്ടെങ്കിലും സൂര്യ ഒരിക്കലും മോശമാക്കാറില്ല എന്നാണ്. ബട്ട് ഈ ഒരു സിനിമയിൽ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വൻ ശോകം എന്ന് പറഞ്ഞാൽ വൻ വെറുപ്പിക്കൽ തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. എന്തിനാണ് അങ്ങനെ കുറച്ച് ഒരു ഓവർ ആക്ടിങ് പരിപാടി, ക്രിഞ്ച് സീൻസ് പിടിച്ചതെന്ന് എനിക്കറിയില്ല. സൂര്യയുടെ ഇൻട്രോ തന്നെ എനിക്ക് തീരെ വർക്കായില്ല. സൂര്യയും യോഗി ബാബു ആയിട്ടുള്ള ചില സീൻസ്, സൂര്യയും ദിഷ പട്ടാനി ആയിട്ടുള്ള സീൻസ് ഭയങ്കര ഓവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ. അതിൻ്റെ കൂടെ KS രവികുമാറും ഇടയിൽ കയറി വരുന്നുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര ഓവറാക്കിയിട്ടുള്ള ഒരു സീൻസ് ആയിരുന്നു ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള സീൻ. പിന്നീട് അങ്ങോട്ട് അധികം അവർക്ക് ഇല്ല. പിന്നെ കൂടുതൽ കങ്കുവാണ് വരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് എടുത്തു പറയത്തക്ക പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിഷ പട്ടാനി ഈ ഒരു സിനിമയിലോട്ട് എന്തിനാ വന്നതെന്ന് പോലും എനിക്കറിയില്ല. കുറച്ച് പാട്ടിന് ഡാൻസ് കളിക്കണം, കുറച്ച് സീൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയതാണോ എന്ന് എനിക്കറിയില്ല. ബോബി ഡിയോൾ, എൻ്റെ പൊന്നു,
ബോളിവുഡിൽ നിന്ന് വിളിച്ചു വരുത്തിട്ട് ഇവിടെ വന്ന് അപമാനിക്കുക എന്നൊക്കെ പറയില്ല, ആ പരിപാടി ചെയ്തിരിക്കുന്നത്. ഒന്ന് വരും, കുറച്ച് പേരെ കൊല്ലും, അല്ലെങ്കിൽ കുറച്ച് രക്തത്തിന്റെ എന്തെങ്കിലും പരിപാടി കാണിക്കും, കുറച്ച് അലറും, അല്ലെങ്കിൽ കുറച്ച് ഡയലോഗ് അടിക്കും, കഴിഞ്ഞു. വീണ്ടും ഒരു സീനിൽ തന്നെ വരെ ആരെങ്കിലും കൊല്ല, 2 ഡയലോഗ് അടിക്കുക, അല്ലെങ്കിൽ കത്തിരെ തുമ്പത്ത് പിടിച്ച് പൊന്തിക്കുക, അതൊക്കെ തന്നെ പരിപാടി. അവസാനം അങ്ങോട്ട് ക്ലൈമാക്സിലൊക്കെ ഒന്നും ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടായ പോലെയാണ് ബോബി ഡിയോളിനെ കയ്യിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഒരുപാട് കാസ്റ്റുകൾ സിനിമയിലോട്ട് ഒരു കുട്ടിയായിട്ടൊരു പയ്യൻ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില സമയത്തൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ, ഈ പയ്യനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ വരെ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചു പോയി. ചില സമയങ്ങളിൽ അത് കണ്ടിരുന്നവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ക്ലൈമാക്സ് എത്തിയപ്പോൾ ഒരുപാട് പേർക്ക് അതിൽ സന്തോഷം കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കുറെ സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു സിനിമയെ പറ്റി ഇങ്ങനെ പറയാറില്ല, പക്ഷെ അത് എനിക്ക് പറഞ്ഞു പോവാൻ തോന്നാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അവരാതെന്നൊക്കെ ചിലവരൊക്കെ പറയും, പക്ഷെ ഇതിനങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ പറയാൻ തോന്നും. എനിക്ക് അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളത്. പക്ഷെ ഇപ്പോഴും ഇതിൽ ഒരുപാട് പേര് എഫേർട്ട് ഇട്ട കാര്യത്തിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ അത് വിസിബിൾ ആണ്. അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും സത്യം പറയാൻ വിഷമം തോന്നുന്നുണ്ട്. പിന്നെ ഒരു ഗംഭീരമായിട്ടൊരു ക്യാമിയോ ഇതിലുണ്ട്. ഗംഭീരം ഇൻ ദ സെൻസ് ആ ഒരു കാസ്റ്റ് ഒരു അത്യാവശ്യം പോപ്പുലർ ആയിട്ടൊരു കാസ്റ്റ് ആണ്, അതുകൊണ്ട് മാത്രം ഗംഭീരം. അല്ലാണ്ട് ആ ഒരു ക്യാമിയോ റോളൊന്നും അത്രയൊന്നും ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് എവിടേക്കോ റോളക്സിന്റെ ഒരു സ്റ്റൈലൊക്കെ പിടിക്കാനൊക്കെ നോക്കിയോ എന്നുള്ള പോലൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അതൊന്നും ഇംപ്രസീവ് ആയിട്ട് വർക്കായിട്ട് തോന്നിയില്ല. ഇതൊക്കെ കൂടാണ്ട് ഈ ഒരു സിനിമയ്ക്ക് ഇനി 2ാം പാർട്ടും കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് 2nd പാർട്ടും കൂടി ഉണ്ട് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ എന്റെ പൊന്നെ വയ്യ, ഫസ്റ്റ് പാർട്ടിനെ മതി, ഇനി ഇന്റർവെല്ല് തന്നെ എങ്ങനെയൊക്കെയോ ആയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പോയിരുന്നു. ബട്ട് എന്നാലും നമുക്കങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ച് നമുക്കിങ്ങനെ വെറുതെ കണ്ടിരിക്കാൻ പോലും പറ്റാത്ത ചില സമയമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സിനിമയുടെ ഒരു പോക്ക്. ആക്ഷൻ രംഗങ്ങൾ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓക്കേഷ് എടുത്ത് പറയത്തക്ക ഭയങ്കര ഒരു സംഭവം എന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയുടെ അവസാനത്തിലോട്ട് ഇപ്പൊ ലോജിക് എന്ന് പറഞ്ഞ സംഭവം അത്ര നേരെങ്കിലും കുറച്ചെങ്കിലും പിടിച്ചിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ഫാന്റസി മോഡ് ഫിലിമാണ്, ഒരു മേക്ക് ബിലീവ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നുണ്ടെങ്കിലും സിനിമയുടെ അവസാനത്തിലോട്ട് എത്തിയപ്പോൾ ആ ലോജിക് എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ നിങ്ങൾ മറന്നോളൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇതൊക്കെ പാര ചെയ്ത്, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്, ഇപ്പം എന്തിപ്പൂടി ഉണ്ടായേ എന്നൊക്കെ പറയുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സൂര്യനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയിട്ട് കാണാം. കാരണം സൂര്യ ഫാൻസ് ഇൻ ദ സെൻസ് ഉദ്ദേശിക്കുന്ന ഈ സിനിമ അവർക്ക് ഫുള്ളായിട്ട് വർക്ക് ആവുന്നല്ല. സൂര്യയുടെ പെർഫോമൻസ് കാര്യങ്ങൾ സൂര്യനെ കാണാനായിട്ട് അടിപൊളിയായിട്ട് പറ്റും. എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കങ്കുവ എന്ന് പറയുന്ന വേഷം അടിപൊളിയായിട്ട് തന്നെ സൂര്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ സിനിമ സെറ്റാണ്. അപ്പോൾ അതാണ് കങ്കുവ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയിട്ട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സിനിമ കണ്ടിട്ട് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.